തരുണീമണി നിബീബി നബിസ മണിയറയിൽ നിന്ന് വിളങ്ങി എന്ന പാട്ട്. തരിവളകൾ ചേർന്നു കിലുങ്ങി താമരയിതൾ മിഴികൾ തിളങ്ങി തരുണീമണി ബീബി നബിസ മണിയറയിൽ നിന്നു വിളങ്ങി. ലഹരിക്കെതിരായ ഒരു നാടകം എഴുതണമെന്ന് തീരുമാനിച്ചു. ആ നാടകം എഴുതാൻ ആവശ്യമായ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഉമ്മയെ കാണാൻ പറ്റിയാൽ ആ ഉമ്മയിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടാനുണ്ട്, നമുക്ക് അവരെ ഒന്ന് കാണാൻ പോകാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയെന്ന്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ പോയാൽ അവർ സംസാരിക്കുമെന്നറിയില്ല, ഞാൻ അവരോട് ആദ്യം ഒന്ന് സൂചിപ്പിച്ചു നോക്കട്ടെ, എന്താണ് അവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലഹരിയുടെ വലിയ ഒരു ഇരയായി, ലഹരി ഉണ്ടാക്കിയ ദുരന്തങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്ന ഒരു ഉമ്മയാണ്, അവർക്ക് നല്ല അറിവുണ്ട്, അതുകൊണ്ട് നമുക്ക് അവരെ ഒന്ന് പോയിട്ട് കാണാം. ഞാൻ പറഞ്ഞു ഞാൻ വരാം. ആ വീടിനടുത്തേക്ക് പോകുന്നതിനിടയിൽ, ഒരു പഴയ തറവാട് വീടുവാണ്, അവിടത്തേക്ക് പോകുന്നതിനിടയിൽ എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, ദേ അവരെങ്ങനെയാണ് പ്രതികരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും ദുരന്തമേറ്റുവാങ്ങിയ ഒരു സ്ത്രീയാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവരൊന്നും പറഞ്ഞില്ലെങ്കിലും നമുക്ക് തിരിച്ചു പോരാന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വീട്ടിൽ കയറിയപ്പോൾ അവർ വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയി ഒരു എടുത്ത് ഇരുത്തിയിട്ട് അടുത്തിരിക്കുന്ന സുഹൃത്തിനോട് പറഞ്ഞു, ഇതാണല്ലേ നിങ്ങൾ പറഞ്ഞ മാഷ് എന്ന് പറഞ്ഞു. അതെ, മാഷെ കുടിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അയ്യോ, ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട. അല്ല, ചായ എടുക്കാം, നമുക്ക് പഞ്ചസാര പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്തിരി കുറച്ചിട്ട് എടുത്തോളൂ പഞ്ചസാര. അത് പറഞ്ഞ് ചായയൊക്കെ കൊണ്ടുവന്നിരുന്നതിന് ശേഷം അവര് ഞങ്ങളുടെ മുന്നിൽ വന്നിരുന്നിട്ട് ചോദിച്ചു, എന്താ അറിയേണ്ടത്? അപ്പൊ ഞാൻ എന്താണ് അവരോട് ചോദിക്കുക എന്നായി. വലിയ ദുരന്തമേറ്റുവാങ്ങിയ ഒരു സ്ത്രീയാണ് എനിക്ക് മുന്നിൽ ഇരിക്കുന്നത്. ഞാൻ അവരോട് എന്താ ചോദിക്കുക? വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു, ഉമ്മാന്റെ കല്യാണം ഓർമ്മയില്ലേ, എങ്ങനെയായിരുന്നു കല്യാണം? പെട്ടെന്ന് അവർ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അതൊരു മൊഹബത്തായിരുന്നു. ഞാൻ ചോദിച്ചു, മൊഹബത്ത് എന്ന് വെച്ചാൽ? ഞാനും ഒരു നല്ല മൊഹബത്തിലായിരുന്നു. അപ്പൊ എനിക്ക് അടുത്തറിയാലോ എങ്ങനെ ഞങ്ങൾ മൊഹബത്തിലായെന്ന് വെച്ചു. അത് ഒരു കല്യാണ പുരയിൽ പാടാൻ വന്നതായിരുന്നു. കല്യാണ പുരയിൽ ഒരു പാടാൻ വന്നപ്പോ കുറച്ച് ദൂരെ നിന്ന് ഒരു പാട്ട് ഇങ്ങനെ കേൾക്കുകയാണ്. ഹാർമോണിയം വെച്ചിട്ട് ഇങ്ങനെ പറപ്പിക്കുന്നുണ്ട് വിരല്. കറുത്തയും വെളുത്തയും കട്ടയിലൂടെ വിരലുകൾ ഇങ്ങനെ വേറുമ്പോ ഞാൻ അതെന്നെ ഇങ്ങനെ നോക്കി. ചെറിയെന്ന് ചുണ്ടെന്ന് ഇങ്ങനെ പാട്ടിങ്ങനെ ഒഴുകി വരിക. താമസമെന്തേ വരുവാൻ, പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ, ബാബുക്കാന്റെ പാട്ടുകൾ ഇങ്ങനെ വരിക. ഒരു പ്രത്യേക ഘട്ടെത്തിയപ്പോ എന്റെ പേരിൽ ഒരു പാട്ടും കൂടി പാടിയിരുന്നു. അവര് നബീസ എന്നാണ് അവരുടെ പേര്. അപ്പൊ എന്റെ പേരിലുള്ള ഒരു പാട്ടും കൂടി പാടി. തരുണീമണി ബീബി നബിസ മണിയറയിൽ നിന്ന് വിളങ്ങി എന്ന പാട്ട്. തരിവളകൾ ചേർന്നു കിലുങ്ങി താമരയിതൾ മിഴികൾ തിളങ്ങി തരുണീമണി ബീബി നബിസ മണിയറയിൽ നിന്നു വിളങ്ങി. ആ പാട്ട് കേട്ടപ്പോ എന്റെ പേര് പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു മിടിപ്പ് ഇങ്ങനെ ഉണ്ടായി. പാട്ടെല്ലാം കഴിഞ്ഞ് ഒരു പെട്ടിയെല്ലാം മാറ്റി വെച്ച് ഇങ്ങനെ പോകാൻ നേരത്ത് ഞാൻ ഓടിപ്പോയിട്ട് മെല്ലെ ഒരു കേക്ക പറഞ്ഞു, പാട്ടസലായിട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. സന്തോഷം എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ ഇഷ്ടമായിട്ടോ, അത് ഒച്ച താത്തി പറഞ്ഞു. ഞാനൊരൊറ്റ പോരലാന്ന് പറഞ്ഞു. അതിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. പക്ഷെ ഓറ് വിട്ടില്ല. ഓറിൻ്റെ ഒയ്യത്താലെ വന്നു എന്ന് പറഞ്ഞു. ആ ഇഷ്ടം എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഉപ്പാനോട് പറഞ്ഞു. അങ്ങനെ രണ്ട് വീട്ടുകാർക്ക് ഇഷ്ടമായി. അങ്ങനെയുള്ള മുഹബത്താണ് കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ കാലം എൻ്റെ വീട്ടിൽ പാട്ടാ, മനോഹരമായ പാട്ടുകളാണ്. എല്ലാ രാത്രികളും മെഹഫിലുകൾ കൊണ്ട് സമ്പന്നമാവുകയാണ്. പക്ഷെ ഓരിങ്ങനെ പാടി ഇടയ്ക്ക് പുറത്തേക്ക് പോയിട്ട് എന്തോ കുടിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ ഓടി ചെന്നിട്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അല്ലാഹു ഇത് പറ്റുമോന്ന് ചോദിച്ചു. അപ്പോൾ ഓരെന്നോട് പറഞ്ഞു, മിണ്ടണ്ട, ആരും അറിയണ്ട, ഹാർമോണിയൻ്റെ മുകളിൽ കൂടെ കൈ ഇങ്ങനെ പോകണമെങ്കിൽ ഒരിച്ചിരി കുടിക്കണം എന്ന് പറഞ്ഞു. ഒരിച്ചിരി അല്ലേ, ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ പാട്ടിങ്ങനെ പാടി ഇങ്ങനെ പോകുമ്പോൾ മെല്ലെ അപ്പുറത്തേക്ക് പോയിട്ട് എന്തോന്ന് വലിക്കുന്നു. ഞാൻ പോയി ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ വലിക്കുന്നത്, തൊണ്ടയ്ക്ക് കേടല്ലേന്ന്. അപ്പോൾ ഒരു പറഞ്ഞു, ബാബുക്കാന്റെ പാട്ട് പുറത്തു വരണമെങ്കിൽ
ലേശം പുകയ്ക്കണോ? ആണോ എന്ന് ചോദിച്ചപ്പോൾ നല്ല ഒറ്റ താക്കിയിട്ട് എന്നോട് പറഞ്ഞു, കഞ്ചാവ് ആരോട് പറയണ്ടാവും. അയ്യോ, ഒരു ഇച്ചിരിയല്ലേ, കുറച്ചല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ആടെ നിന്നില്ല. പിന്നെ അത് വലിയ കുടിയായി, വലിയ പോലെ കൈ വിറയ്ക്കാൻ തുടങ്ങി. ഹാർമോണിയത്തിൻ്റെ കട്ടകളിൽ നിന്ന് കൈവിരലുകൾ വഴുതാൻ തുടങ്ങി. തൊണ്ടയിൽ നിന്ന് പാട്ട് പുറത്തു വരാതായി. മഴപ്പാറ്റകളെ പോലെ എൻ്റെ ഭർത്താവിനെ അന്വേഷിച്ചെത്തിയ ആരാധകരെല്ലാം ഇങ്ങനെ മെല്ലെ പിടുങ്ങിപ്പോകാൻ തുടങ്ങി. പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ശബ്ദമിടാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ജനിച്ചു തുടങ്ങിയിരുന്നു. ഞാനത് പറഞ്ഞപ്പോൾ ഇവർക്ക് വലിയ സന്തോഷമായി. പക്ഷേ എന്തോ ഒരു വിഷാദം അവരിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാട്ടില്ലാണ്ടായി കുറേ കാലമായിട്ട്. പെട്ടിയൊക്കെ ഇങ്ങനെ അകത്ത് വെച്ച് നിങ്ങൾ പാടുന്നില്ലേ എന്ന് വെച്ചാൽ ഒന്നിങ്ങനെ നോക്കും, പാട്ടില്ല. പുറത്തേക്ക് പോയിട്ട് ആരെങ്കിലും കൊടുക്കുന്നതിന് ശേഷം കുടിച്ച് അല്ലെങ്കിൽ വലിച്ചിട്ട് വന്നിട്ട് ഒറ്റ ഇരിപ്പാണ്. ഒരു ദിവസം എൻ്റെ സങ്കടം കണ്ടിട്ടായിരിക്കും, എൻ്റെ വയറ്റിലെ കുഞ്ഞിങ്ങനെ വളർന്നു വരികയല്ലേ, എൻ്റെ സങ്കടം കണ്ടിട്ടായിരിക്കും ഓർ എന്നോട് പറഞ്ഞു, നബീസ് എനിക്കൊരു പാട്ട് കേൾക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പാട്ട് കേൾക്കണം. അപ്പോൾ ഒരു സന്തോഷമായി, ആവും നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. ഓറ് പെട്ടിയെടുത്ത് വെച്ചിട്ട് ഒരൊറ്റ പാട്ടാണ്, താമസം എൻ്റെ വരുവാൻ എന്ന്. ആ പാട്ട് മുഴുവനൊട്ട് പാടിയതുമില്ല. പെട്ടെന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഈ മരണത്തിനെന്താ വരാനൊരു താമസം? അതും പറഞ്ഞ് ഹാർമോണിയം ഒരു മൂലയ്ക്ക് തള്ളിയിട്ട് ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ആ രാത്രി മുഴുവൻ ഞാൻ ആ മനുഷ്യനെയും കാത്ത് പ്രാർത്ഥിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ വെയിൽ വീണിട്ടും വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ കൗൺസിലറും കുറച്ച് പോലീസുകാരും വീട്ടിലേക്ക് വരുന്നത്. പിന്നെ അപ്പുറത്തെ അടുത്തൊക്കെ ആളുകൾ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ ആടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തോ ഒരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നി. എന്താണെന്നറിയില്ല. ഒരു പോലീസുകാരൻ വന്നിട്ടാ പറഞ്ഞ്, നിങ്ങളെ ഭർത്താവ് അപ്പം തന്നെ എൻ്റെ ചങ്കിൽ ഒരു ഇടി വെട്ടിയിട്ടുണ്ട് ഭർത്താവ്. അപ്പോൾ അയാൾ പറഞ്ഞ് ട്രെയിന് തീവണ്ടി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി. കല്ലായിലൂടെ പാഞ്ഞു പോയ ഒരു പാതിര തീവണ്ടി എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ചങ്ക് മുറിച്ചാണ് പോയത്. ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ഒരുക്കിയിറക്കിയ വിരലുകൾക്ക് മുകളിലൂടെയാണ് തീവണ്ടിയുടെ ചക്രങ്ങൾ അരഞ്ഞു പോയത്. ഞാൻ കരഞ്ഞില്ല, കാരണം ഒരു മോൻ വളർന്നു വരുന്നുണ്ട്. മോനാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു മോനാണ്, കുട്ടി വളർന്നു വരുന്നുണ്ട് വയറ്റിൽ. അതിന് ഞാനൊന്നും വേണ്ടിയില്ല. ഒരു മരിച്ചതിന് ശേഷമാണ് ഞാൻ പ്രസവിച്ചത്. അങ്ങനെ ആ കുട്ടിയെ ഇത്രയും സ്നേഹത്തോടു കൂടി ഇങ്ങനെ വളർത്തി. ഒരു പ്രത്യേക തരത്തിലെത്തുമ്പോൾ ഓൻ പാട്ടിൻ്റെ വയ്ക്കെങ്ങാൻ പോകുമെന്ന് ഞാൻ ഇങ്ങനെ പേടിച്ച്. അതുകൊണ്ട് അവനോട് പറഞ്ഞു, മോനെ ഇപ്പം പാട്ട് വേണ്ട, ഇപ്പം പെട്ടി വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ ഇങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി. അവൻ വളർന്നു വരുമ്പോൾ ഞാൻ ഒരു ദിവസം അവനോട് പറഞ്ഞു, മോൻ പഠിച്ച് വലിയ ആളാവണം. അപ്പം അവനോട് ചോദിച്ചു, ആരാവണം? ഡോക്ടറാവണം. എന്തിൻ്റെ ഡോക്ടർ? ആളുകളെയൊക്കെ ലഹരിയിൽ നിന്നും മടക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന മിടുക്കനായൊരു ഡോക്ടറാവണം നീ. ഉമ്മ ആവും എന്നവൻ എനിക്ക് ഉറപ്പ് തന്നു. അങ്ങനെ അവൻ നന്നായി പഠിക്കാൻ തുടങ്ങി. അല്പം മുതിർന്നപ്പോൾ എൻ്റെ മോൻ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് സ്കൂളിൽ പോകുമ്പോൾ ഒരു ഉമ്മ കൊടുക്കും. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മയോട് കൊടുക്കും. എല്ലാ ദിവസവും ഒരു ഉമ്മ കൊടുത്ത് അയക്കുകയും തിരിച്ചു വരുമ്പോൾ ഒരു ഉമ്മ കൊടുത്ത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. ഓൻ്റെ കൂട്ടുകാരൊക്കെ ഓനെ കളിയാക്കാൻ തുടങ്ങി. ഇതെന്താണ് എൻ്റെ ഉമ്മ എങ്ങനെയാണ്? പോകുമ്പോൾ ഒരു ഉമ്മ, വരുമ്പോൾ ഒരു ഉമ്മ, ഇതെന്തൊരു പയ്യാരാ എൻ്റെ ഉമ്മയ്ക്ക്. ഓൻ അതിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇതൊരു പയ്യാരാന്ന് നീ പറ. പിരിച്ചുള്ള ഉമ്മമാരൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് പറ. മാഷെ, അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഓന് കൊടുക്കുന്ന ഉമ്മ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയുമാണ്. തിരിച്ചു വരുമ്പം ചേർത്ത് പിടിച്ചു കൊടുക്കുന്ന ഉമ്മ എന്താണെന്നറിയോ? അതുപോലെ കള്ളോ കഞ്ചാവോ മണക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു ഉമ്മാൻ്റെ ജാഗ്രതയാണ്. ചില ദിവസം ഞാൻ 2 എണ്ണം കൊടുക്കും, എനിക്ക് എന്തോ തോന്നിയാൽ. പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ കുട്ടി കള്ളോ കഞ്ചാവോ കഴിച്ച് വീട്ടിൽ വന്നിട്ടില്ല. 10ാം ക്ലാസ്സിലെ പരീക്ഷ എല്ലാ വിഷയവും പാസ്സായി. നാട്ടിൽ മുഴുവനും എൻ്റെ ഫ്ലക്സ് വെച്ചു. ചുറ്റുപാടുള്ള ആളുകളൊക്കെ ഓനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമായി. 11ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞപ്പോൾ 1 മാർക്ക് പോലും ആർക്കും കൊടുക്കാതെ എൻ്റെ മോൻ വാരിക്കൂട്ടി. മുഴുവൻ മാർക്ക് നേടിയ കുട്ടി എന്ന നിലയിൽ അവൻ അനുമോദിക്കപ്പെട്ടു. അത്രയും പറഞ്ഞു നിർത്തിയിട്ട് അവര് ഇങ്ങനെയുള്ള തൊട്ടപ്പുറത്തുള്ള ഗ്ലാസ്
ചില്ലുകൾക്കപ്പുറത്ത് തിളങ്ങുന്ന കുറേ ഉപഹാരങ്ങളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മാഷേ ഇതെല്ലാം വാങ്ങിക്കൂട്ടിയതാ. ഞാൻ അവനൊരു സ്റ്റെതസ്കോപ്പ് വാങ്ങി വെച്ചു. ഓൻ എന്നോട് പറഞ്ഞു, ഉമ്മ ഞാൻ 12ാം ക്ലാസ് ജയിക്കും, എല്ലാ വിഷയത്തിനും A+ വാങ്ങിയിട്ട് ജയിക്കും. അപ്പം ഉമ്മ എനിക്ക് എന്താ തരിക? എന്താ മോന് വേണ്ടതെന്ന്? ബൈക്ക് വേണം. മോനെ ഞാൻ ബൈക്ക് വാങ്ങിക്കൊടുത്തു. അതെടുക്കൂല എന്ന് ഓൻ എന്നോട് പറഞ്ഞ. ലൈസൻസ് എടുത്തിട്ടേ ഉമ്മ അത് തൊടൂ, ജയിച്ചാലും ഞാനത് തൊടൂല. പക്ഷെ എനിക്ക് മുറ്റത്തിങ്ങനെ എൻ്റെ മോന് സമ്മാനമായിട്ട് ആ ബൈക്കൊക്കെ കൊണ്ടുവച്ചു. +2 പരീക്ഷ തുടങ്ങുന്നതിൻ്റെ 3-4 ദിവസം മുമ്പ് ഓൻ്റെ പഠിപ്പ് മുറിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉമ്മ പഠിച്ചിട്ടൊന്നും തലേ കയറുന്നില്ല, ഞാൻ ഒന്ന് പുറത്തേക്ക് പോയാലോ? അപ്പം ഞാൻ ചോദിച്ചു, പോയാ എന്തെങ്കിലും? ഇല്ലമ്മ എനിക്കൊന്ന് പുറത്തേക്ക് പോകണം, എന്തല്ലോ ആവുന്നെന്ന് പറഞ്ഞു. ഞാൻ അവനെ ഓടിച്ചെന്ന് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുമ്പോൾ ഓനെൻ്റെ കയ്യങ്ങ് തട്ടിക്കളഞ്ഞു. നിങ്ങളൊരു ഒലക്കാമല ഉമ്മ. ആദ്യമായിട്ടാണ് എൻ്റെ കുട്ടീൻ്റെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവം ഞാൻ കണ്ടത്. അവൻ ഇരുട്ടിലേക്ക് ഇറങ്ങിയും പോയി. ഞാനതത്ര കാര്യമാക്കിയില്ല. കുറച്ചു നേരം കാത്തിരുന്നിട്ട് മകൻ വരാതായപ്പോൾ ആദ്യമാവാൻ തുടങ്ങി. പാതിരയ്ക്കും അവൻ വരുന്നില്ല. അന്ന് രാത്രി എൻ്റെ വീട്ടിലെ വിളക്കണഞ്ഞില്ല. ഒരു തുള്ളി വെള്ളം ഞാൻ കുടിച്ചില്ല. നേരം പുലർന്ന് പഴയതുപോലെ വെയിൽ വീണപ്പോൾ ദാ വർഷങ്ങൾക്ക് മുമ്പുണ്ടായതുപോലെ അപ്പുറത്ത് കുറച്ചാളുകൾ ഇങ്ങനെ നിൽക്കുന്നു. പോലീസും കൗൺസിലറും പഴയതുപോലെ വരുന്നു. ആള് മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വന്നിട്ട് എന്നോട് ചോദിക്കുക, നിങ്ങളുടെ മോൻ എവിടെ പോയതാന്ന് നിങ്ങൾക്കറിയാവോ എന്ന്. പോലീസുകാരനോട് ഞാൻ തിരിച്ചു ചോദിച്ചു, എൻ്റെ മോൻ എവിടെ പോയതാന്ന് ഞാനല്ല നിങ്ങളല്ലേ പറയേണ്ടത്. അപ്പം അയാള്, ഉമ്മ മോനെ കല്ലായിലൂടെ പോകുന്ന തീവണ്ടി അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ബോധം കെട്ട് താഴെ വീണു. പിന്നെ ആരൊക്കെയോ പിടിച്ച് കൊണ്ടുവരുമ്പോൾ മയ്യത്തൊന്നും നോക്കാനായിട്ടില്ല, കാണാനായിട്ടില്ല. എനിക്ക് ഞാൻ കരഞ്ഞതാണോ അതല്ല എൻ്റെ തൊണ്ടയിൽ നിന്ന് അലർച്ചകൾ ഇങ്ങനെ ഉണ്ടായതാണോ എന്നൊന്നും അറിയില്ല. എപ്പോഴോ എനിക്ക് ബോധം വന്നു. ആ ബോധം വന്നപ്പോൾ എൻ്റെ മോൻ പോയി എന്നെനിക്ക് ഉറപ്പായി. പക്ഷെ പോലീസുകാരെൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടില്ലായിരുന്നു. അവർ വന്ന് എന്നോട് ചോദിക്കുക, ഉമ്മ നിങ്ങളെ മോൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാവൂ എന്ന്. ഞാൻ പോലീസിനോട് തിരിച്ചു അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ എൻ്റെ കുട്ടീനെ കുറിച്ച് പറയുന്നത്? മയ്യത്തായിട്ട് പിന്നെയും കൊല്ലുക ഞങ്ങൾ? ഓൻ ഒരിക്കൽ പോലും അതൊന്നും തൊട്ടിക്കില്ല, എൻ്റെ കൈ കൊണ്ട് തൊട്ടില്ല എന്ന് എനിക്കറിയാം. എങ്ങനെ അറിയാം? അപ്പം ഉമ്മ വിശദീകരിച്ചു, ഞാൻ അവനെ പോകുമ്പോഴും വരുമ്പോഴും ഉമ്മ കൊടുത്താണ് ഇറക്കാറും സ്വീകരിക്കാറുമുള്ളത്. പോലീസുകാരൻ ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. അവൻ്റെ പഠനമുറിയിൽ നിന്നും തിരിച്ചു വരുമ്പം കൊണ്ടുവന്നത് കുറച്ച് സ്റ്റാമ്പ്. ഇതെന്താ ഉമ്മ എന്നറിയാവോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതറിയാം, ഒരുത്തുനിന്ന് വേറൊരിടത്തേക്ക് കത്തയക്കാനൊക്കെ ഉപയോഗിക്കുന്നതല്ലേ എന്ന്. അപ്പോഴവരെന്നോട് പറഞ്ഞ, അല്ലുമ്മ ഇത് മനുഷ്യനെ മരണത്തിലേക്ക് അയക്കുന്ന മാരകമായ രാസലഹരികളിൽ ഒന്നാണ്. പിന്നെ എന്തെല്ലോ പൊടി ഉണ്ടായിരുന്നു പോലും, തൊട്ടാ പൊടിയുന്ന A4 പേപ്പർ ഉണ്ടായിരുന്നു പോലും. എനിക്ക് ഉറപ്പാ എൻ്റെ മോൻ അറിഞ്ഞും കൊണ്ടല്ല ഇതിൽപ്പെട്ടത് എന്ന്. അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഓൻ എങ്ങനെ പെട്ടതെന്ന് എനിക്കറിയണം, ഓൻ്റെ കൂടെ ആരൊക്കെയാ പെട്ടുപോയതെന്ന് എനിക്കറിയണം. ഞാൻ അതിനെ ഇറങ്ങി. അതുകൊണ്ട് എന്താ ഉണ്ടായിന്നറിയാം മാഷെ? 9 കുട്ടികൾ രക്ഷപ്പെട്ടു. എൻ്റെ കുട്ടീൻ്റെ പഠനമുറിയിലേക്ക് ഇബിലീസ് കയറിയ വഴി ഏതാന്ന് എനിക്ക് നല്ലോണം അറിയാം. എൻ്റെ മോൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അതിൽ പങ്കെടുത്തിട്ടില്ല എന്നും എനിക്കറിയാം. പക്ഷെ എനിക്കൊരു കുഴപ്പം പറ്റി. അവൻ്റെ പഠനമുറിക്കകത്തേക്ക് വല്ലപ്പോഴും ഒന്ന് കയറി നോക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാനൊരു പഴയ ആളായതുകൊണ്ട് മണത്തിട്ട് പിടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിടിക്കാൻ പറ്റൂല എന്നിപ്പോൾ മനസ്സിലായി. 2 കണ്ണ് പോരാ, 3 കണ്ണ് പോരാ, അതിനപ്പുറത്ത് 4ാം കണ്ണ് കൂടി വേണ്ടി വരും എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത് എന്ന് ആ ഉമ്മ ചെറിയ കണ്ണീരിനോടുകൂടി പറഞ്ഞു നിർത്തിയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്. അവരാഗ്രഹിക്കുന്നത് എന്നോട് പറഞ്ഞു, മസ്ജിദ് എമ്പാടും പറഞ്ഞോളി. എന്താ അറിയോ, ഇതിലേക്ക് വരാൻ ഒരു കുട്ടി പോലും വരാതിരിക്കാൻ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ആളുകൾക്കൊക്കെ ബോധ്യമാവണം. സാധാരണ വഴികൾ മാത്രം പോരാ, പലതരത്തിലും വേഷം മാറി വരുന്ന ഈ ഇബ്ലീസുകളാണ്. നിങ്ങളെ രാമായണത്തിൽ ഒരാളില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാരീചൻ എന്നാണ് പേര്. ഇങ്ങനെ വേഷം മാറി വന്ന അതുപോലെ വേഷം മാറി വന്ന വലിയ അപകടകാരികൾ ഈ നമ്മുടെ മക്കളുടെയൊക്കെ മുറിക്കകത്ത് വരുന്നത് അവരറിഞ്ഞിട്ട് കൂടിയല്ല എന്ന്
തിരിച്ചറിയുകയും അവരെ നേരിൻ്റെ വഴികളിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാവുന്നത് എന്ന് അവരുടെ ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ്.